ഹലോ, വെൽക്കം ടു ലേൺ വിത്ത് മീ. സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. കൺസിഡർ മിൽട്ടൺ സോണറ്റ് ആസ് എ ക്രൈസിസ് പോയം. അതായത് മിൽട്ടന്റെ സോണറ്റ് മിൽട്ടന്റെ ഒരു ക്രൈസിസ് ആണ് ഇതിൽ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്, ഈ പോയമിൽ കാണിക്കുന്നതാണ് ചോദിക്കുന്നത്. അതെ, ശരിയാണ്. മിൽട്ടന്റെ ബ്ലൈൻഡ്നെസ് എന്നുള്ള ഒരു ക്രൈസിസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പോയമിൽ കാണിക്കുന്നത്. മിൽട്ടൺ സോണറ്റ് when I consider how my life is spent reflects a personal crisis where he grapples with his blindness and fears that his life and talents are now wasted. അതായത് അദ്ദേഹത്തെ മിൽട്ടന്റെ ഈ പോയമിൽ റിഫ്ലക്ട് ചെയ്യുന്നത് മിൽട്ടന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ക്രൈസിസ് ആണ്, ഒരു ബുദ്ധിമുട്ടാണ്. എന്താണത്? അദ്ദേഹം ബ്ലൈൻഡ് ആയി എന്നുള്ളത്. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഭയക്കാണ്, അദ്ദേഹത്തിന്റെ ടാലൻസ് ഒക്കെ ആർ നൗ വേസ്റ്റഡ്, ടാലൻസ് ഒക്കെ വേസ്റ്റ് ആയി പോകുന്നുള്ള ഭയം. ഈ ബ്ലൈൻഡ്നെസ് കൊണ്ട് ടാലൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ വേസ്റ്റ് ആയി പോകുന്നുള്ള ഭയമാണ് എന്തിനത് ഈ പോയമിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ദിസ് ക്രൈസിസ് സ്റ്റെംസ് ഫ്രം ഹിസ് കൺസേൺ ദാറ്റ് ഹി കനോട്ട് സെർവ് ഗോഡ് എഫക്റ്റീവ്ലി വിത്തൗട്ട് ഹിസ് സൈറ്റ്. അതായത് ഈ ക്രൈസിസ് എന്തും കൂടി അദ്ദേഹത്തെ കൺസേൺ ചെയ്യുന്നുണ്ട്, ദൈവത്തെ പൂർണ്ണമായിട്ടും സേവിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം കൂടി, അതല്ലെങ്കിൽ ഒരു ഭയം കൂടി എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് വരുന്നുണ്ട്. ത്രൂ ദി പോയം ഹി ക്വസ്റ്റ്യൻ വെദർ ഗോഡ് എക്സ്പെക്ട് ഹിം ടു കണ്ടിന്യൂ വർക്കിംഗ് ഡെസ്പൈറ്റ് ഹിസ് ബ്ലൈൻഡ്നെസ്. അദ്ദേഹം എന്ത് ചെയ്യാന്നുണ്ട് ഈ പോയമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഈ ബ്ലൈൻഡ്നെസ്സിൽ ഇരിക്കെ ദൈവം എന്ത് ചെയ്യുന്നുണ്ടോ, അദ്ദേഹം ദൈവത്തെ ഇനിയും സേവിക്കണം എന്ന്, അതായത് ഇനിയും അദ്ദേഹത്തിന്റെ ടാലന്റ് കൊണ്ട് ദൈവത്തെ സേവിക്കണം എന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈ പോയമിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തിന് ആ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ആണ്. പേഷ്യൻ്റ് ആൻസർ കൊടുക്കുന്നത്. ദ റെസൊല്യൂഷൻ കംസ് ടു പേഷ്യൻസ് വിച്ച് റിസൾട്ട്സ് ഇൻ ദാറ്റ് എൻഡ്യൂറിംഗ് ചലഞ്ചസ് വിത്ത് ഫൈറ്റ് ഈസ് എ ഫോം ഓഫ് സെർവിങ് ടു ഗോഡ്. അതായത് പേഷ്യൻസ് എന്താ ആൻസർ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം തരുന്ന എല്ലാ ചലഞ്ചസും അക്സെപ്റ്റ് ചെയ്യുക, അതായത് പേഷ്യൻസ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നതും ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ കിട്ടുന്നുണ്ട്. ദിസ് ഇൻസൈറ്റ് റിസോൾവ്സ് ഹിസ് ഇന്നർ ടർമോയിൽ ഇല്ലുസ്ട്രേറ്റിംഗ് ദ സൗണ്ട് ആസ് ദ ജേർണി ഫ്രം ഡെസ്പെയർ ടു അക്സെപ്റ്റൻസ് ആൻഡ് റിന്യൂഡ് പർപ്പസ്. അതായത് ലാസ്റ്റ് എന്ത് ചെയ്യാനുണ്ട്, ലാസ്റ്റ് അദ്ദേഹത്തിന്റെ സോണറ്റ് ഒരു ജേണി എന്നെ കാണിക്കുന്നത്, അതായത് ഡെസ്പെയറിൽ നിന്നും അക്സെപ്റ്റൻസിലേക്കുള്ള ഒരു ജേണിയാണ് ഈ സോണറ്റിലൂടെ വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമന്റ്സ് ഓൺ ദി ഇമേജസ് ഓഫ് ദി പോയം. ഈ മിൽട്ടന്റെ ഈ പോയമിലുള്ള ഇമേജറീസ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യാനാണ് പറയുന്നത്. ദി ഇമേജറീസ് ഇൻ ദി പോയം വിവിഡ്ലി ക്യാപ്ചേഴ്സ് മിൽട്ടൺസ് സെൻസ് ഓഫ് ലോസ് ആൻഡ് ഹെൽപ്ലെസ് ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്. അതായത് അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ്നെസ്, അതായത് അന്ധത ബാധിച്ച സമയത്തുള്ള അദ്ദേഹത്തിന്റെ ലോസുകൾ, നഷ്ടങ്ങൾ, ഹെൽപ്ലെസ് ഒക്കെയാണ് ഈ മിൽട്ടന്റെ കവിതയിലുള്ള ഇമേജറീസ് ആയിട്ട് കാണിക്കുന്നത്. ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ് എന്നുള്ള ഈ ഒരു സെന്റൻസ് ഇമേജർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയാണ്. അതായത് അദ്ദേഹത്തിന് ബ്ലൈൻഡ്നെസ് ആയത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ലോകം എന്നുള്ളത് അദ്ദേഹം ഒരു ഡാർക്ക് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിക്കഴിഞ്ഞാലും ഡാർക്ക് ആണല്ലോ, രണ്ടും ഇവിടെ സിംബലൈസ് ചെയ്യാൻ പറ്റും. വൺ ടാലന്റ് എന്നുള്ളത് കൂടെ സിംബലൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളാണ്, അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് പവറും ഇന്റലക്ച്വൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴിവൊക്കെ എന്തായി ഇപ്പോൾ ബ്ലൈൻഡ്നെസ് കാരണം യൂസ്ലെസ് ആയി കിടക്കുകയാണ്. ഇത് മെൻഷൻ 1000 അറ്റ് ഹിസ് ബൈഡിങ് സ്പീഡ് എന്നുള്ളത് കാണിക്കുന്നത് ഗോഡ് സെർവൻസിനെയാണ്, അതായത് ദൈവത്തെ സേവിക്കുന്നവർ, കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തെ കോൺട്രിബ്യൂഷൻ നടത്തി സേവിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് ഓൺലി സ്റ്റാൻഡ് ആൻഡ് വൈറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ആൻഡ് ഫൈത്ത് ആണ്. അതായത് ദൈവം തരുന്ന എല്ലാ ചലഞ്ചസും സ്റ്റിൽ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു വിശ്വാസം, അത് ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് എന്നതിലാണ് എന്ത് ചെയ്യുന്നത് ഈ കവിത അവസാനിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.